അന്ന് സ്ഥാനാർത്ഥികൾ 3 തരത്തിലാണ്. പാർട്ടിയിൽ നിന്ന് കാശൊന്നും കൊടുക്കേണ്ടാത്ത സ്ഥാനാർത്ഥി, പാർട്ടിയിൽ നിന്ന് വല്ലതും കൊടുക്കേണ്ട സ്ഥാനാർത്ഥി, പാർട്ടിയിൽ നിന്ന് നല്ല ചിലവ് കൊടുക്കേണ്ട സ്ഥാനാർത്ഥി, ഇങ്ങനെ 3 തരം സ്ഥാനാർത്ഥികളാണെന്ന്. അതിൽ ഞാൻ വന്നത് ആദ്യത്തെ കൂട്ടത്തിലാണ്. പാർട്ടിയിൽ നിന്ന് ഒന്നും കൊടുക്കേണ്ടാത്തവൻ. ആ കൂട്ടത്തിലാണ് ഞാൻ വരുന്നത്. എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ 2-3 ജീപ്പൊക്കെ വാടകയ്ക്കെടുത്ത്, അന്ന് ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ജീപ്പാണ്, ജീപ്പെല്ലാം വാടകയ്ക്കെടുത്ത്, അന്ന് പെട്രോളാണല്ലോ, വാടകയ്ക്കെടുത്ത് ഈ 2 പഞ്ചായത്ത് 3 പഞ്ചായത്തിനൊരു വണ്ടി വീതം കൊടുത്ത്, അതൊക്കെ അന്ന് പറ്റത്തുള്ളൂ. സജീവമായ രംഗത്തിറങ്ങി. ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെ ചെന്നാലും പ്രസംഗിക്കണമെന്നാണ് പറയുന്നത് അന്ന്. അപ്പം ഞാൻ നന്നായി പ്രസംഗിക്കുമെന്ന് ആളുകൾ കേട്ടിട്ടുണ്ട്. അത് പ്രസംഗം കേൾക്കാനാണ് താല്പര്യമായിട്ട് നിൽക്കുക. വലിയ ആഘോഷമാണ്. ചെല്ലുന്നിടത്തൊക്കെ പന, അതിൻ്റെ മുകളിൽ തെങ്ങ്, അതിൻ്റെ മുകളിൽ അടയ്ക്കാമരം, അതിൻ്റെ മുകളിൽ മുള വെച്ച് 127 കൊടി, 127 സ്ഥാനാർത്ഥികളാണ്. ഓരോ പാർട്ടിയുടെയും കൊടികൾ കയറ്റുക. അപ്പോൾ ഈ 127 കൊടി ഒരു കൊടി വരത്തെ കയറ്റും. അത് കോൺഗ്രസിൻ്റെ ഇത്ര, PSPയുടെ ഇത്ര, ലീഗിൻ്റെ ഇത്ര, അത്രയും കൊടി കയറ്റും. അത് ഈ മുളയിൽ ശരിപ്പെടുത്തി വെക്കുക. അത് കയറ്റാൻ തന്നെ ഒരു 10, 200, 300 പേരുണ്ടെങ്കിൽ ഇത് കുഴിയിലിറക്കാൻ പറ്റും. ഇത്രയും കൂടെ വെച്ച് കെട്ടി കയറ്റണ്ടേ? ഇതെല്ലാം കൂടെ വലിയ പന, ഒരട്ടിപ്പനയാണ്.